ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജെസ്സിസ് കിച്ചൺ. ഇന്ന് സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇഡ്ലി മാവ് വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ്. ഇപ്പോൾ രാവിലെ ഇഡ്ലി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി മാവ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് ഏകദേശം ഒരു 2 കപ്പ് മാവ് ഉണ്ടാകും. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു 3 സ്പൂണ് വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കണം. ഒരു 1/2 സ്പൂണ് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ഉഴുന്ന് പരിപ്പിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ചെറുതായി കൊത്തി അരിഞ്ഞിട്ടുള്ള കുറച്ച് ഇഞ്ചിയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇതൊന്നും മൂപ്പിച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉള്ളിയും കുറച്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ചീരയില ചെറുതായി അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് തേങ്ങയും കൂടിയാണ്. ഒരു 1/2 കപ്പ് തേങ്ങ ചിരികിയതും കൂടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നമ്മുടെ ഇഡ്ലി മാവിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പം നമ്മുടെ ഈ സ്നാക്ക് ഒരു വട ഒക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണുള്ളത്. അപ്പോൾ ഏകദേശം നമ്മുടെ ചീര ഒക്കെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ലി മാവിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചീരൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഉണ്ണിയപ്പ ചട്ടിയിൽ ഓരോ ഹോളിലും പകുതിയായിട്ട് വേണം നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കാൻ. ഒരു പകുതി 1/4 ഭാഗം വരെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. അതേപോലെ തന്നെ നമ്മൾ മാവ് എടുക്കുമ്പോൾ ഒരുപാട് പുളിപ്പുള്ള മാവ് എടുക്കാതെ നോക്കണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.